ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൈക്കാട്ടുശ്ശേരി പട്ടണക്കാട് ബ്ലോക്കുകളും ചേർത്തല നഗരസഭയും ചേർന്നുള്ള മൈക്രോ തൊഴിൽ മേള ജൂൺ 14-ന് നടക്കും. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേളയിൽ 20 കമ്പനികളിലായി 9,000 ഒഴിവുകളാണ് ഉള്ളത്. കേരള സർക്കാരിന്റെ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഓൺലൈൻ പോർട്ടലിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ കഴിഞ്ഞ 4 വർഷത്തിനിടെ സർക്കാർ വിതരണം ചെയ്തത് 20.62 കോടി രൂപയുടെ സ്കോളർഷിപ്പ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇത് സഹായകമായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളും പിന്തുണയുമാണ് പഠന ഗവേഷണ മേഖലയിൽ സർക്കാർ നടപ്പിലാക്കി വരുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള പിന്തുണയും ഗവേഷണ മികവിനുള്ള പ്രോത്സാഹനവും ഉറപ്പാക്കുന്ന നിരവധി പദ്ധതികൾ നിലവിൽ വന്നു. സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്ത സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും IHRD അപ്ലൈഡ് സയൻസ് കോളേജുകളിലും ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, മാനവിക വിഷയങ്ങൾ, ബിസിനസ് സ്റ്റഡീസ് എന്നീ ബിരുദ പഠനത്തിനും ബിരുദാനന്തര ബിരുദതലത്തിൽ തുടർ പഠനത്തിനുമായുള്ള 5 വർഷത്തേക്കുള്ള ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചു. 2023-ലുള്ള 4 വർഷത്തിനിടെ 20.62 കോടി രൂപയാണ് ഇതുവഴി വിതരണം ചെയ്തത്. ഇതിനു പുറമെ കൈരളി റിസർച്ച് അവാർഡുകൾ, ചീഫ് മിനിസ്റ്റേഴ്സ് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകളും നൽകി വരുന്നു. സർവകലാശാലയിലെ ട്രാൻസ്ലേഷൻ റിസർച്ച് സെന്ററുകൾക്ക് 31 ഫെലോഷിപ്പിനായി കഴിഞ്ഞ 4 വർഷത്തിനകം 7.38 കോടി രൂപയും സർക്കാർ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൺസൂൺ പ്രമാണിച്ച് കൊങ്കൺ വഴിയുള്ള ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം. ജൂൺ 15 മുതൽ ഒക്ടോബർ 20 വരെയാണ് മാറ്റമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. പുതിയ ടൈം ടേബിൾ പ്രകാരം ഈ മാസം 15-ന് നിലവിൽ വരും. 128 ദിവസത്തേക്ക് 42 ട്രെയിൻ സർവീസുകളാണ് പുതിയ സമയക്രമം ബാധകമാകുക. കേരളത്തിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്കും തിരിച്ചുമുള്ള ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റമുണ്ടാകും. സംസ്ഥാനത്തെ ഹൈസ്കൂൾ ക്ലാസുകളിൽ പുതിയ സമയക്രമം നിശ്ചയിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. വെള്ളിയാഴ്ചയൊഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ അധിക പ്രവൃത്തി സമയമാക്കി. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയായിരിക്കും ഇനി മുതൽ ഹൈസ്കൂൾ ക്ലാസുകൾ. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും 15 മിനിറ്റുകൾ വീതമാണ് കൂട്ടിയത്. 220 പ്രവൃത്തി ദിവസം വേണമെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം വിതരണം ചെയ്യാൻ അനുമതി. പദ്ധതിക്കായി 20.94 കോടി രൂപ സർക്കാർ അനുവദിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിനും സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കാനുമായാണ് പദ്ധതി. മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് പരമാവധി 1,500 രൂപ വീതം ഗുണഭോക്തൃ വിഹിതം സമാഹരിക്കുകയും മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലും ഉൾനാടൻ മേഖലയിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തുല്യവിഹിതമായ 1,500 രൂപ വീതം ചേർത്ത് ആകെ 4,500 രൂപ ഗുണഭോക്താക്കൾക്ക് അനുവദിക്കുകയും ചെയ്യുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു.